സന്നദ്ധ സംഘടനകൾ 80 ലക്ഷം രൂപ മോചനദ്രവ്യം നൽകി നാട്ടിലെത്തിയ യുവാവ് ലഹരി മരുന്നുമായി പിടിയിലായി. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്ന് കടത്തിയ കരിക്കോട്ടക്കരി വിളയാങ്കോട് സ്വദേശി ടി ഫസലുദ്ദീനാണ് പിടിയിലായത്. സൗദിയിൽ ജോലി ചെയ്യവേ മംഗളൂരു സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ 10 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്നു. സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാരംഗ്, സന്നദ്ധ സംഘടനകൾ 80 ലക്ഷത്തോളം പിരിച്ച് പുറത്തിറക്കി കൊണ്ടുവന്നയാൾ വീണ്ടും ലഹരി മരുന്ന് കടത്തു കേസിൽ അറസ്റ്റിലാകുന്നു. സഹായിച്ച ആളുകൾ തന്നെ സഹായിക്കേണ്ടിയിരുന്നില്ല എന്നവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്? രതീഷ്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ബംഗളൂരുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വലിയ രീതിയിൽ ലഹരി മരുന്ന് കടത്തുന്നു എന്നുള്ള രഹസ്യവിവരം പലതവണ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് കരിക്കോട്ടക്കരി വിളയാങ്കോട് സ്വദേശിയായ ഫസലുദ്ദീൻ ഇപ്പോൾ ഇരിട്ടി പോലീസിന്റെ വലയിലാകുന്നത്. ഇയാളുടെ കയ്യിൽ നിന്ന് വലിയ തോതിൽ ലഹരി വസ്തുക്കളും കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ കഥയിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഇരിക്കുന്നത് 10 വർഷക്കാലത്തോളം സൗദി ജയിലിൽ കിടന്ന ഒരാളാണ് ഇയാൾ. മംഗളൂരു സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിൽ കിടന്ന് പിന്നീട് ദയാഹർജി അടക്കം കോടതിയിൽ സമർപ്പിച്ച ശേഷം നാട്ടുകാരടക്കം ഒത്തുചേർന്നുകൊണ്ട് വലിയൊരു തുക, ഏകദേശം 80 ലക്ഷത്തോളം രൂപ മോചന ദ്രവ്യം നൽകിയാണ് ഇയാളെ മുമ്പ് ജയിൽ മോചനമാക്കിയത്. പിന്നീട് അതിനുശേഷവും സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിനു ശേഷം, ജന്മനാട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം ഫസലുദ്ദീൻ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ള പരാതികളുണ്ടായിരുന്നു. അതിപ്പോൾ തെളിവോടുകൂടി പിടികൂടിയിരിക്കുകയാണ്. രതീഷ്, സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകുന്നത്. MDMA കടത്തിലെ സൂത്രധാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. സന്നദ്ധ സംഘടനകൾ 80 ലക്ഷം മോചനദ്രവ്യം നൽകി നാട്ടിലെത്തിച്ച യുവാവാണ് ലഹരി മരുന്നുമായി പിടിയിലായത്. സാരംഗ്, ഇയാളെ നാട്ടിലെത്തിക്കാൻ ഒട്ടേറെ ബുദ്ധിമുട്ടി കാണുമല്ലോ. സാമൂഹ്യ പ്രവർത്തകരടക്കം ഒട്ടേറെ പേർ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകുമല്ലോ. എപ്പോഴാണ് ഇയാൾ പുറത്തിറങ്ങിയത്? രതീഷ്, ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപാണ് ഇയാൾ പ്രവാസി ജീവിതം നയിക്കുന്നതിനിടെ ഈ കൊലപാതക കേസിൽ ഉൾപ്പെടുന്നത്. അതിന്റെ ഭാഗമായി ഇയാൾക്ക് വലിയ രീതിയിൽ ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് നാട്ടുകാരടക്കം, ഇവരുടെ കുടുംബത്തിലെ അടക്കം പ്രയാസങ്ങൾ മനസ്സിലാക്കിയാണ് നാട്ടുകാരും സന്നദ്ധ സംഘടനകൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഇയാളെ സഹായിക്കാനും നിയമസഹായം നൽകാനുമായി ഒരു സമിതി രൂപീകരിച്ചത്. പിന്നീട് ഇയാൾ ഇവിടെ എത്തി കർണാടക കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നതെന്നുള്ള ഒരു ധാരണ നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. എന്നാൽ ഓരോ തവണയും ഇയാൾ കർണാടകയിൽ പോയി വരുമ്പോൾ വലിയ തോതിലുള്ള ലഹരി കടത്താണ് ഇയാളും സംഘവും ചേർന്ന് നടത്തിയിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് വസ്തുത. രതീഷ്, സാരംഗ് സുരേഷാണ് കണ്ണൂരിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. സന്നദ്ധ സംഘടനകൾ 80 ലക്ഷം മോചനദ്രവ്യം നൽകി നാട്ടിലെത്തിച്ച യുവാവാണ് ഇപ്പോൾ ലഹരി മരുന്നുമായി പിടിയിലായത്. ഈ കടത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് എന്ന നിലയിലാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ.